Hello guys, welcome back to my video. അപ്പം ഇന്നത്തെ വീഡിയോ സ്കിൻ കെയർ ഫോർ ബിഗിനേഴ്സ് ആണ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കിൻ കെയർ ഫോർ ബിഗിനേഴ്സ് ആണ്. അപ്പം ഇപ്പോഴും കുറേ പിള്ളേർക്ക് സ്കിൻ കെയറിനെ കുറിച്ച് ഒരു ഐഡിയയും കാണത്തില്ലായിരിക്കും. അപ്പം എന്താ പറയുക, എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ്, ഇത് എങ്ങനെ സ്കിൻ ടൈപ്പ് കാര്യങ്ങളോ എല്ലാം ബ്ലാ ബ്ലാ ആയിരിക്കും. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ സ്കിൻ കെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്കിൻ കെയറിൽ എന്താ ചെയ്യണമെന്ന് കുറേ പേരുടെ ധാരണ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടോൺ അല്ലെങ്കിൽ സ്കിൻ കളർ മാറ്റിയിട്ട് വെളുത്ത് പാറി പറക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നൊക്കെയാണ്. പക്ഷേ ഒട്ടും അതല്ല. നമ്മൾ സ്കിൻ കെയറിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരുടെ സ്കിൻ ഫുള്ള് ടാൻ അടിച്ച് പിഗ്മെൻറ്റേഷനായി ഫുള്ള് കളർ പോയിരിക്കുമായിരിക്കും. അതായത് അവരുടെ ഒറിജിനൽ കളർ പോലും അല്ലായിരിക്കും അവരുടെ ഇപ്പോഴത്തെ ഒരു സ്കിൻ ടോണ്, ആ ഒരു കളറൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്ത കുറേ പേര് കാണും, അവർക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പം സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പൊക്കെ ചെയ്തതിന് മുമ്പേ നമ്മളുടെ സ്കിന്നിന് ഏത് ടൈപ്പാണെന്ന് ആദ്യമേ നമ്മൾ കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിക്കാൻ വലിയ പാടൊന്നുമില്ല. അതിനെന്താ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ രാവിലെ ആണെങ്കിൽ അങ്ങനെ, രാത്രി ആണെങ്കിൽ അങ്ങനെ, എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കണ്ടുപിടിക്കാൻ തന്നെയാണ്. സോ ആദ്യം തന്നെ നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്തതിന് ശേഷം ഇപ്പം ഫേസ് വാഷ് ഇട്ടോ അങ്ങനെ വേണം നമ്മളൊന്ന് നല്ല രീതിക്ക് ഡേർട്ടൊക്കെ മാറ്റിയിട്ട് നല്ല രീതിക്കൊന്ന് വാഷ് ചെയ്തെടുക്കാം. വാഷ് ചെയ്തതിന് ശേഷം അതാണ് അടുത്ത പ്രോസസ്സ്, മെയിൻ പ്രോസസ്സ്. നമ്മൾ ടവൽ കൊണ്ടോ ഒന്നും കൊണ്ടോ നമ്മൾ തുടച്ചെടുക്കാൻ പാടില്ല. എയറിൽ വേണം അതൊന്ന് ഉണങ്ങി പിടിക്കാൻ വേണ്ടിയിട്ട്, എന്നാലും നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയാൻ പറ്റത്തുള്ളൂ. സോ ആദ്യം നമ്മൾ നല്ല രീതിക്കൊന്ന് ഡേർട്ട് മാറ്റിയിട്ടൊന്ന് ഫേസ് വാഷ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എയറിൽ ഒന്ന് ഉണക്കാം. അതൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ പിന്നെ 1 മണിക്കൂർ വെച്ചേക്കാം. അങ്ങനെ തന്നെ എയറിൽ തന്നെ അബ്സോർവ് ആവണം വെള്ളം, അതുപോലെ ആവണം. അപ്പം അത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നിൽ ഒരു വലിവൊക്കെ ആണെങ്കിൽ, ഒരു പൊരിച്ചിൽ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ഡ്രൈ സ്കിൻ ആയിരിക്കും. അതായത് ഒരുമാതിരി വലിഞ്ഞ് കീറുന്നതൊക്കെ പോലെയൊക്കെ ആണെങ്കിൽ അത് ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇവിടെ ഫുൾ അങ്ങനെ ആണെങ്കിൽ ഡ്രൈ സ്കിൻ ആയിരിക്കും. ഇനിയിപ്പം സെക്കൻഡ് ഒരു ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കിൻ. ഓയിലി സ്കിൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവിടെ മൊത്തം ഒരു എണ്ണമയക്കം പോലെയാണെങ്കിൽ, ഇവിടെയൊക്കെ ഫുൾ ഒരു എണ്ണമയം പോലെയൊക്കെ ആണെങ്കിൽ അത് ഓയിലി സ്കിൻ ആയിരിക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒരു എന്താ പറയുക, ഡ്രൈ അല്ലാതെ പൊരിച്ചില്ല അല്ലെങ്കിൽ ഒരു വലിഞ്ഞ് കീറിയൊക്കെ വരുവാണെങ്കിൽ ഡ്രൈ സ്കിന്നും, സെക്കൻഡ് ഒരു എണ്ണമയം പോലെ ഇവിടെയൊക്കെ വരുവാണെങ്കിൽ ഓയിലി സ്കിൻ ആയിരിക്കും. ഇനി തേർഡ് ഒരു സ്കിൻ ടൈപ്പ് ഉണ്ട്, അതായത് കോമ്പിനേഷൻ. അതെന്നാ പറയുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഇവിടെ ഒരു ഓയിലി, ഇവിടെ തെണ്ടി അനങ്ങാൻ പാടില്ല, തന്നെ ഇറങ്ങി വന്നതാ. അപ്പോൾ കോമ്പിനേഷൻ്റെ തേർഡ് ടൈപ്പ് പറയുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഓയിലിയും ഇവിടെ ഫുൾ ഓയിലിയും ഇവിടെയൊക്കെ ഡ്രൈ വരുവാണെങ്കിൽ, അതായത് നമ്മുടെ കവിളിൽ പിന്നെ ഈ മൂക്കിൻ്റെ ഇവിടെയൊക്കെ കവിളിൽ ഒരുമാതിരി ഡ്രൈനെസ്സും ഇവിടെ ഫുൾ ഓയിലിയൊക്കെ ആണെങ്കിൽ നമ്മുടെ കോമ്പിനേഷൻ സ്കിൻ ആയിരിക്കും. ഇനി അപ്പോൾ 3 സ്കിൻ ടൈപ്പാണ് നമുക്ക് എന്താ പറയുക കോമൺലി നമ്മൾ കാണപ്പെടുന്നത്: ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്. അപ്പം പിന്നൊരു സ്കിൻ ടൈപ്പ് ഉണ്ട്, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള, എന്തിട്ടാലും സെൻസിറ്റീവ് ആയിരിക്കും. അവർക്കൊക്കെ ഒന്നും ചെയ്യാൻ പാടില്ല, ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് മാത്രം നമ്മൾ ഇട്ടാൽ മതി. ഓക്കെ, സെൻസിറ്റീവ് ആണ്, കാരണം അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഫസ്റ്റത്തെ മെയിൻ പ്രോസസ്സ് എന്ന് പറയുന്നത് സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഓക്കെ, ഇത് അറിഞ്ഞാലേ നമുക്ക് ഓരോ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഓയിലി സ്കിന്നിന് ഇന്ന പ്രൊഡക്റ്റ്, ഡ്രൈ സ്കിന്നിന് പ്രൊഡക്റ്റ്, കോമ്പിനേഷനിന്, അപ്പോൾ എല്ലാം വേറെ പ്രൊഡക്റ്റും ഉണ്ട്. ഓക്കെ, എന്നാലും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം സെക്കൻഡ് പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ഗൈസ്, അപ്പം ഇത്രയും പറഞ്ഞത് നമ്മൾ ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, കോമ്പിനേഷൻ. ആക്ച്വലി ഞാൻ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി, നോർമൽ സ്കിൻ ടൈപ്പ്. ഇതാണ് നമ്മുടെ ഏറ്റവും നോർമലായിട്ടുള്ളത്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഭാഗ്യ ഗൈസ്. പിന്നെ ഏത് പ്രൊഡക്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം, അത്ര സീനൊന്നും വരത്തില്ല. പിന്നെ ഈ ഡ്രൈയും ഓയിലൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന് ആപ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണം. നോർമൽ ആണെങ്കിൽ കുഴപ്പമില്ല നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്കിൻ ടൈപ്സ് ആണ് നമുക്ക് ഉള്ളത്. ഇപ്പം ഡ്രൈ, ഓയിലി, നോർമൽ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഇപ്പം ഡ്രൈ, ഓയിലി ഒന്നും കാണുന്നില്ലെങ്കിൽ അത് നോർമലായിരിക്കും. നോർമൽ സ്കിൻ ടൈപ്പ്, നിങ്ങൾക്ക് ഒന്നുമില്ല, കോമ്പിനേഷനോ സെൻസിറ്റീവോ ഒന്നുമില്ല, നോർമൽ. ഓക്കെ, അപ്പം ക്ലെൻസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഫേസ് ഒന്ന് വാഷ് ചെയ്യുക, അതാണ് ഫസ്റ്റത്തെ പ്രോസസ്സ് സ്കിൻ ടൈപ്പിൽ വരുന്നത്, സ്കിൻ കെയറിൽ വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ സ്കിൻ കെയർ എപ്പോഴൊക്കെയാണ് ചെയ്യുന്നത്? രാവിലെയും രാത്രിയും ചെയ്യും. അപ്പോൾ രാവിലെയും രാത്രിയിലും നമ്മൾ ക്ലെൻസിങ് മസ്റ്റാണ്. ഇപ്പം മേക്കപ്പ് ഇടുന്നവരൊക്കെ ഡബിൾ ക്ലെൻസിങ് ചെയ്യും, നമുക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ മേക്കപ്പ് ഒന്നും ഇടുന്നില്ലല്ലോ. മേക്കപ്പ് ഇടാത്തവർക്ക് ജസ്റ്റ് ഒന്ന് നമ്മൾ ഫേസ് വാഷ് ചെയ്ത് എടുത്താൽ മതി. ഓക്കെ,
അപ്പം നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് കുറേ നമ്മൾക്ക് ഫേസ് വാഷ് കിട്ടും. ഇപ്പം മാക്സിമം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്കിൻ കെയറിന് എന്തായാലും പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കുമല്ലോ. സോ ഫേസ് വാഷിൽ നമ്മൾ എന്തായാലും ഒരു പ്രൊഡക്റ്റ് നോക്കും. അപ്പം എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് അടിപൊളി. ഞാനും യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ലൊരു ഫേസ് വാഷാണ്, നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ വേറെ നോക്കാം. അപ്പോൾ ബിഗിനേഴ്സിൻ്റെ ഫേസ് വാഷൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിളിന് നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഇങ്ങനെ നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ക്ലെൻസിങ് പ്രോസസ്സാണ്. അത് രാവിലെയും രാത്രിയിലും സ്കിൻ കെയർ നമ്മൾ 2 ടൈം ചെയ്യണമല്ലോ. അപ്പോൾ 2 ടൈമിലും ഫസ്റ്റത്തെ പ്രോസസ്സാണ് വരുന്നത് ക്ലെൻസിങ്, അതായത് ഫേസ് വാഷ്. മേക്കപ്പ് ഇട്ടവർ ഡബിൾ ക്ലെൻസിങ്, അതായത് 2 വട്ടം നമ്മൾ ഫേസ് വാഷ് ചെയ്ത് വൃത്തിയാക്കേണ്ടി വരും. നല്ല ഡേർട്ടും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്, മേക്കപ്പ് ഒക്കെ ഇട്ടില്ല അപ്പോൾ അത് ഫുള്ളൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ക്ലെൻസിങ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ നമ്മുടെ സ്കിൻ കെയറിൽ വരുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ക്ലെൻസിങ്. ഓക്കെ, അപ്പോൾ ഇനി സെക്കൻഡ് കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ സെറമിൻ്റെ കാര്യം ഒന്നും പറയുന്നില്ല. ഓക്കെ, കാരണം ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ബിഗിനേഴ്സ് ആദ്യം തന്നെ സെറമൊന്നും അപ്ലൈ ചെയ്യണ്ട. കാരണം കുറച്ച് നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും ഇടാതെ നമ്മൾ ഇടുമ്പോൾ തന്നെ കുറച്ച് റിയാക്ഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം പയ്യെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. സോ ആദ്യം നമ്മൾ ക്ലെൻസിങ് ചെയ്തതിന് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസറാണ്. മോയ്സ്ചറൈസർ എല്ലാത്തിനും നമ്മൾ എല്ലാ സ്കിൻ ടൈപ്സിനും ഈ കാര്യങ്ങളെല്ലാം വേണം കേട്ടോ, മസ്റ്റാണ്. അപ്പം സെക്കൻഡ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ. അപ്പം ഡ്രൈ സ്കിന്ന്, ഓയിലി സ്കിന്ന്, അത് എല്ലാ സ്കിൻ ടൈപ്പിനും അതിൻ്റേതായിട്ടുള്ള മോയ്സ്ചറൈസർ ഉണ്ട്. ഇപ്പം ഡ്രൈ സ്കിന്നിൻ്റെ പറയുകയാണെങ്കിൽ നമ്മൾ സെറ്റാഫിലായിരിക്കും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യുക. ഇപ്പം എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ ഇപ്പോൾ 2 വർഷമായി ഇത് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട്. നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ സെറ്റാഫിൽ നല്ല രീതിക്ക് നമ്മൾ ഹൈഡ്രേറ്റ് ആക്കി വെക്കാം, അത് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. സോ ഡ്രൈ സ്കിന്ന് നല്ലൊരു ഇതാണ്. പിന്നെ ഓയിലി സ്കിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ക്രീം ടൈപ്പ് അല്ല യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു ജെല്ലി പോലെ വരുന്ന ടെക്സ്റ്റേഴ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ ഓയിലി സ്കിന്നിന് റെക്കമെൻഡ് ചെയ്യുക. കാരണം ക്രീമൊക്കെ തേച്ച് ഒന്നും കൂടെ അതൊരു ഓയിലി പോലെ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ജെല്ലൊക്കെ ആണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ ഓയിലി സ്കിന്നുകാർക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പം എല്ലാം അതിൻ്റേതായിട്ടുള്ള ടൈപ്പിൽ വേണം നമ്മൾ ചൂസ് ചെയ്തെടുക്കാം. ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് സ്കിൻ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് പ്രിസ്ക്രൈബ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്റർ. അല്ലെങ്കിൽ ഇതൊന്നും വേണ്ട, നമ്മൾ തന്നെ ചെയ്താൽ മതി ഉള്ളവരുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ സ്കിൻ ടൈപ്പ് അടിച്ചു കൊടുത്താൽ തന്നെ നമ്മൾ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളും കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ചൂസ് ചെയ്തെടുക്കുക, അത് എന്നിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാം നല്ല മടമടയെന്ന് പറഞ്ഞ് യൂസ് ചെയ്യരുത്. പാച്ച് ടെസ്റ്റ് ചെയ്യുക. പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പ്രൊഡക്റ്റ് മേടിച്ച് നമ്മൾ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നെക്കിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് പാച്ച് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റാഷസൊക്കെ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ആ പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതുമല്ല ഒരു കുഴപ്പമില്ലെങ്കിൽ നമുക്ക് ഓക്കെ ആയിരിക്കും. ഓക്കെ, അധികം റിയാക്ഷൻ വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഗൈസ്, മോയ്സ്ചറൈസർ എന്താ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പം ആ ഹൈഡ്രേറ്റ് ആക്കി വെക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ഗ്ലോയും ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ ഡെയിലി ആണെങ്കിൽ ഫേസ് വാഷും മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യുക. അതിനുശേഷം മൂന്നാമത്തെ ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇപ്പം നൈറ്റ് ആണെങ്കിൽ നമ്മൾ ഫേസ് വാഷും മോയ്സ്ചറൈസറും മാത്രം ഇട്ടാൽ മതി. ഇത് ബിഗിനേഴ്സ് തന്നെ ആയതുകൊണ്ട്, കാരണം ബിഗിനേഴ്സ് വേറെ സെറമൊന്നും അപ്ലൈ ചെയ്യുന്നില്ലല്ലോ, വേറെ ഒന്നും ചെയ്യുന്നില്ല. സോ ഈ ഒരു 2 കാര്യം മതി നൈറ്റിൽ. ഓക്കെ, അപ്പം നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ. അപ്പോൾ ആദ്യം നമ്മൾ ക്ലെൻസ് ചെയ്തു, രണ്ടാമത് മോയ്സ്ചറൈസർ ഇട്ടു. ഇനി മൂന്നാമത്തെ പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഏറ്റവും സ്കിൻ കെയറിൽ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം, അതാണ് സൺസ്ക്രീൻ. ഓക്കെ, അപ്പം SPF നോക്കണം, പിന്നെ PA++++, അതായത് 4 പ്ലസ് ഉണ്ടോ എന്ന് നോക്കണം. PA++++. അപ്പം ആ സൺസ്ക്രീനിൽ അപ്പോൾ ഇതും പിന്നെ 50 SPF ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ആ ഒരു സൺസ്ക്രീൻ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അങ്ങനത്തെ സൺസ്ക്രീൻ നമുക്ക് എഫക്റ്റ് ആവുള്ളൂ കൂടുതലായിട്ട്. അപ്പം കുറേ പേരുടെയൊക്കെ സ്കിൻ നമ്മുടെ കുറേ ചേഞ്ചസ് വരുത്തുന്നത് സ്കിൻ കെയറിലൂടെ മെയിനായിട്ട് ഈ ഒരു സൺസ്ക്രീൻ കാരണമായിരിക്കും. ഓക്കെ, അപ്പം 3 സ്റ്റെപ്പാണ് ബിഗിനേഴ്സിന് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലെൻസിങ്, സെക്കൻഡ് എന്ന് പറയുന്നത് മോയ്സ്ചറൈസർ, തേർഡ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ രാവിലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്ലെൻസിങ്ങും മോയ്സ്ചറൈസറും സൺസ്ക്രീൻ വെച്ച് ലോക്ക് ചെയ്യുക. ഇപ്പം നൈറ്റിൽ ഇത് ചെയ്യണമെങ്കിൽ 2 സ്റ്റെപ്പേ ഉള്ളൂ. ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാട്ടോ, പ്രത്യേകിച്ച് ഞാൻ പറയാം, ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം നൈറ്റ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലെൻസ് ചെയ്യുക, അതായത് ഫേസ് വാഷ് ഇട്ട് കഴുകുക. പിന്നെ സോപ്പ് ഒരിക്കലും അപ്ലൈ ചെയ്യില്ല ഫേസിൽ കേട്ടോ. ഏറ്റവും നല്ലത് ഫേസ് വാഷ് തന്നെയാണ്. അപ്പം നൈറ്റിൽ വന്നിട്ട് ഫേസ് വാഷും മോയ്സ്ചറൈസറും മാത്രം മതി, അത് വെച്ച് ലോക്ക് ചെയ്യുക. കാരണം നമ്മൾ രാത്രി സൺ എക്സ്പോഷർ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് മോയ്സ്ചറൈസർ വെച്ചിട്ട് ലോക്ക് ചെയ്യുക. 2 പ്രോസസ്സേ ഉള്ളൂ. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ് സ്കിൻ കെയർ എന്ന് പറയുമ്പോഴത്തേക്ക് ബിഗിനേഴ്സിന്. ഇനി അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ ഓരോ എന്താ പറയുക, ഗ്രോത്ത് കാണുമ്പോൾ നമുക്ക് തന്നെ
കൂടുതലായിട്ട് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ തോന്നും. അപ്പോൾ നമ്മൾ സെറംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. പിന്നെ ഹോം റെമഡീസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ ചെയ്യാം. വീക്ക്ലി ട്വൈസോ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റേ അരിപ്പൊടിയുടെയും കടലമാവിൻ്റെയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, സൺ ടാൻ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ അങ്ങനെ കുറേ മാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും അങ്ങനെ ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ, ഈ സ്കിൻ കെയറിൻ്റെ കൂടെ തന്നെ. അപ്പം ബിഗിനേഴ്സിന് ഇതൊന്നും താല്പര്യമില്ല, ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക ഒരു ഈസി വേ ആണെങ്കിൽ ഈ പറഞ്ഞ സ്റ്റെപ്സൊക്കെ മാത്രം മതി. അതായത് രാവിലെ ഫേസ് വാഷ്, അതായത് ക്ലെൻസിങ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, പിന്നെ രാത്രി വന്നിട്ട് ഇത് കണക്ക് ക്ലെൻസിങ്ങും മോയ്സ്ചറൈസറും. അപ്പം നമ്മളിത് എല്ലാം ചെയ്തതിന് ശേഷം ലിപ് ബാമും കൂടി ഇടുക. ഒരു പിഗ്മെൻറ്റേഷന് മാറ്റാൻ അങ്ങനെ ആ ഒരു ടൈപ്പ് വരുന്ന എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടോ അത് മാറ്റാനുള്ള ലിപ് ബാംസും കുറേ അവൈലബിൾ ആണ്. സോ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് രാത്രിയിലൊക്കെ കിടക്കുമ്പോഴത്തേക്ക്. അപ്പം ഇത്രേ ഉള്ളൂ ഗൈസ്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പം ബൈ ബൈ.